ട്രേഡിംഗിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. ഓരോ ക്യാൻഡിൽസിൻ്റെയും പാറ്റേൺ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എൻ്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡേ 6 ഓഫ് ഡോക്യുമെൻറ്റിംഗ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. അപ്പോൾ ഇന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു 6 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോജി ക്യാൻഡിൽ ആണ്. ഇത് മീൻ ചെയ്യണത് മാർക്കറ്റ് ഈസ് കൺഫ്യൂസ്ഡ് എന്നാണ്. ബയേഴ്സ് പ്രൈസിനെ മേളിലേക്ക് പുഷ് ചെയ്യാൻ നോക്കി, സെല്ലേഴ്സ് പ്രൈസിനെ അടിയിലേക്കും പുഷ് ചെയ്യാൻ നോക്കി. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ പ്രൈസ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് തന്നെ ഒന്ന് ക്ലോസ് ആയി. അപ്പോൾ ഇത് മീൻ ചെയ്യണത് മാർക്കറ്റിന്റെ ഇൻഡിസിഷൻ ആണ്. അപ്പൊ നമ്മളും ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക ഒരു ഡിസിഷൻ ഒന്നും എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പൊ രണ്ടാമത്തെ ക്യാൻഡിൽ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമർ ക്യാൻഡിൽ ആണ്. ഇതിന് ചെറിയൊരു ബോഡി ടോപ്പിലും ഉണ്ടാവും, വലിയൊരു ലോവർ വിക്ക് അടിയിലേക്കും ഉണ്ടാവും, ഒരു ചുറ്റിയ പോലെ. സെല്ലേഴ്സ് പ്രൈസിനെ മാക്സിമം അടിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കി, പക്ഷേ ബയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവർ പ്രൈസിനെ പുഷ് ചെയ്ത് തിരിച്ച് മേളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ക്യാൻഡിൽ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് കാണാൻ ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും. ഒരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു ഹാമർ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു അപ് ട്രെൻഡിലേക്കുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പൊ മൂന്നാമത്തെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഹാമറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന് ചെറിയൊരു ബോഡി അടിയിലും ഉണ്ടാവും, മേളിലേക്ക് ഒരു വലിയ അപ്പർ വിക്കും ഉണ്ടാവും. അപ്പൊ ബയേഴ്സ് പ്രൈസിനെ മാക്സിമം മേളിലേക്ക് പുഷ് ചെയ്യാൻ നോക്കി, പക്ഷേ സെല്ലേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പ്രൈസിനെ അവര് പുഷ് ചെയ്ത് അടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ ക്യാൻഡിൽ മീൻ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ്, അതുപോലെ തന്നെ ഒരു ബെയറിഷ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട് എന്നാണ്. ഈ ഒരു പാറ്റേൺ മെയിൻലി കണ്ടുവരുന്നത് അപ് ട്രെൻഡിലായിരിക്കും. അപ്പൊ അപ് ട്രെൻഡിൽ നമ്മൾ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടാൽ അതിന്റെ അർത്ഥം അടുത്തൊരു ട്രെൻഡ് റിവേഴ്സലിന് അവിടെ ചാൻസ് ഉണ്ട്, ഒരു ഡൗൺ ട്രെൻഡ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. ഇനി ബാക്കിയുള്ള 3 പാറ്റേൺസിനെ പറ്റി ഞാൻ അടുത്ത പാട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ.